നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 684 684. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 684. ഇവിടെ 183-ാം സർഗം ദുര്യോധനാദികളുടെ അസൂയാപ്രകടനം. വളരെ ഒരു ടച്ചിങ് എന്താണെന്നാ പറയുക, വേ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള കാമക്രോധ മത മത്സര ലോഭ ഭയം എന്ന് പറഞ്ഞാൽ എന്താ? അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണിപ്പോൾ ഇവിടെ വിവരിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ 30-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. ആനന്ദം ആത്മസൗഖ്യത്താൽ അല്ലെന്നോർപ്പീല ദുർഭകൻ. ആനന്ദം ആത്മസൗഖ്യത്താൽ അല്ലെന്ന് ഓർപ്പീല ദുർഭകൻ. എന്നാൽ ഒട്ടൊന്ന് ഉയർത്തിയിടാൻ ഇതൊരു ആവശ്യമായി വരാം. എന്നാൽ ഒട്ടൊന്ന് ഉയർത്തിയിടാൻ ഇത് ഒരു ആവശ്യമായി വരാം. ആദ്യം അല്ലെങ്കിൽ വിശേഷൻ നിർമ്മിച്ചിടില്ല നിശ്ചയം. ആദ്യം അല്ലെങ്കിൽ വിശേഷൻ നിർമ്മിച്ചിടില്ല നിശ്ചയം. അസൂയ മറ്റുള്ളവരിലും ഉളവാക്കിയിടും ഉത്തമൻ. ഭഗവാൻ അസൂയ നിർമ്മിച്ചത് എന്തിനാ? ഒന്നില്ലെങ്കിൽ ആ ആളെ നിലംപരശാക്കും. എന്നിട്ടോ ആരോടാണ് അസൂയ ഉണ്ടാക്കേണ്ടത്? അയാളെ ഉയർത്തും. ഇവിടെ പാണ്ഡവന്മാരോട് അസൂയ ആർക്കുണ്ടായി? ദുര്യോധനാദികൾക്കുണ്ടായി. അപ്പോൾ ദുര്യോധനെ നശിപ്പിക്കുകയും ചെയ്യാം, പാണ്ഡവരെ ഉയർത്തും ചെയ്യാം. അപ്പോൾ ഒരു കണക്കിന് നമ്മളോട് വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും അസൂയ ഉണ്ടാവണത് നല്ലതാണ്. കാരണം എന്താ? അവർ നശിക്കും, നമ്മൾ നന്നാവും. ഇത് വളരെ എന്താണെന്നാ പറയുക, കൂലങ്കഷമായിട്ട് മഹാഭാരതം അല്ലെങ്കിൽ ഭാഗവതം പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. ഇനി നോക്കിക്കോളൂ. ആദ്യം അല്ലെങ്കിൽ, അതായത് എന്നാലൊട്ടൊന്നുയർത്തിയിടാൻ ഇതൊരാവശ്യമായി വരാം. ആദ്യം അല്ലെങ്കിൽ വിശേഷൻ നിർമ്മിച്ചിടില്ല നിശ്ചയം. അസൂയ മറ്റുള്ളവരിൽ ഉളവാക്കിയിടും ഉത്തമൻ. ഗുണപൂർണത കൊണ്ട് അല്ലാതെ അസൂയപ്പെടുകില്ലവൻ. വന്ധ്യന്മാരെ വെറുപ്പിക്കും. വന്ധ്യന്മാരെ വെറുപ്പിക്കും. വന്ധ്യന്മാരെ വെറുപ്പിക്കും. ശത്രുക്കളെ വളർത്തിടും. ഉത്കർഷേശ്ച നശിപ്പിക്കും. സമാധാനം കെടുത്തിടും. ഭഗവത് ഭക്തി മാധുര്യം അകതാരിലകറ്റിടും. ഭഗവത് ഭക്തി മാധുര്യം അകതാരിലകറ്റിടും. സത്സംഗത്തിൻ മഹാവീര്യം പോലും ഇല്ലാതെയാക്കിടും. സത്സംഗത്തിൻ മഹാവീര്യം പോലും ഇല്ലാതെയാക്കിടും. ആ മട്ടിതോർക്കിൽ നിങ്ങൾക്കുള്ളൊരു വമ്പിച്ച രോഗമാം. ഇതാരാ പറഞ്ഞത് ഉണ്ടോ? വികർണൻ. ഭയങ്കര വലിയൊരു കഥാപാത്രമാണ് മഹാഭാരതത്തിൽ. പക്ഷേ സ്വന്തം ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ എന്താണ് അർദ്ധാംഗനം എടുത്തിട്ടുള്ള കർണനെയും പിന്നെ ഏട്ടൻ്റെ അമ്മാവനായിരിക്കുന്ന ശകുനീനെയും തേജോവധം ചെയ്യുന്നത്. ഉത്കർഷേശ നശിപ്പിക്കും. സമാധാനം കെടുത്തിടും. ഭഗവത് ഭക്തി മാധുര്യം അകതാരിലകറ്റിടും. സത്സംഗത്തിൻ മഹാവീര്യം പോലും ഇല്ലാതെയാക്കിടും. ആ മട്ടിതോർക്കിൽ നിങ്ങൾക്ക് ഉള്ളൊരു വമ്പിച്ച രോഗമാം. ദുശാസനോട് പറയാം, നിങ്ങൾക്ക് വമ്പിച്ച ഒരു രോഗമാണ് ഈ അസൂയ എന്നുള്ളത്. മാത്രമാണോ? പുണ്യചിന്ത വളർത്തിയിടാൻ വിടാത്തൊരു മഹാവിഷം.
നല്ല കാര്യങ്ങൾ ആലോചിക്കാതെ കണ്ടിരിക്കാൻ വിടാത്തൊരു മഹാവിഷം ഉള്ളിൽ ചുരുണ്ടുകൂടിയിടും. ഇതെന്നും സ്വച്ഛമാനസം സ്വച്ഛമാനസത്തിനെ നശിപ്പിക്കും. അതാണ് പറഞ്ഞത്, ഉള്ളിൽ ചുരുണ്ടുകൂടിയിടും ഇതെന്നും സ്വച്ഛമാനസം. കലക്കും കാളിയപ്പാമ്പിൻ കൂടെ പിറവി തന്നെയാം. കലക്കും കാളിയപ്പാമ്പ്, കാളി എൻ്റെ കൂടപ്പിറപ്പാണെന്നുള്ളൂ നിങ്ങളെ കണ്ടാൽ തോന്നണത്. ഇനി ഇതിനെക്കാളും മീതെ എന്ത് വാക്കാ ഉപയോഗിക്കുക? കാളിയൻ്റെ കൂടപ്പിറപ്പ് തന്നെയാം, നീങ്ങില ഇതും കൃഷ്ണപാദാംബോജം തട്ടാകിലേവനും. ഭഗവാന്റെ തിരുപാദ പത്മത്തിൽ ഭക്തി വരാതെ കണ്ട് ഈ അസൂയ മാറില്ല. എന്തിനാ അസൂയ? ആരോടാസൂയ? കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മബലം തരുന്നത് ഈശ്വരനല്ലോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അസൂയ എവിടെ? അപ്പോൾ പറഞ്ഞു, കലക്കും കാളിയപ്പാമ്പിൻ കൂടപ്പിറവി തന്നെയാം, നീങ്ങില്ലിതും കൃഷ്ണപാദാംബോജം തട്ടായിലേവനും. ശരിക്കൊരഭിമാനത്തിനർഹനായവനാരിലും ഈർഷ്യപ്പെടില്ല. ആരോടും ഈർഷ്യ ഉണ്ടാവാൻ പാടില്ല, ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. തന്നെത്താൻ കഴിവുള്ളവനാകയാൽ, തന്നെത്താൻ കഴിവുള്ളവൻ എന്തിനാ ഈർഷ്യ? ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെ കൂലങ്കഷമായിട്ട് ആലോചിക്കാറുണ്ട്. എന്താ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആരും തെറ്റുകാരല്ല. പക്ഷേ ആർക്കെങ്കിലും ഈശ്വരനാമം ജപിച്ച് സൗഖ്യം ഉണ്ടാവാൻ യോഗം ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തിയെ ആരെങ്കിലും കുറച്ച് ആൾക്കാരെ നിശിതമായി പുറന്തള്ളണം. അങ്ങനെ ആവുമ്പോൾ ആ പുറന്തള്ളിയ ആൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നിങ്ങനെ വിളിക്കും. അപ്പോൾ ഭഗവാൻ ഞാൻ ഇവിടെ ഇല്ലേ, താൻ എന്തെല്ലാം ബുദ്ധിമുട്ടണമെന്ന് ചോദിക്കും. അപ്പോൾ വാളെടുത്തവൻ വാളാൽ മലന്ന് കടന്ന് തുപ്പിയാൽ മാറത്തെ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആർക്കാണ് നമ്മളോട് അസൂയ തോന്നണത്? അവർ പരാജയപ്പെടും. അതാണ് ഈ പാണ്ഡവ കഥ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് പറയണു, മതിമാൻ ഗുണമുള്ളവരെ കണ്ടാലും അനുകരിച്ചിടും. മതിമാൻ, മനസ്സിന് സ്വസ്ഥതയുള്ള ആൾക്കാർ മതിമാൻ ഗുണമുള്ളവരെ കണ്ടാലുടൻ അനുകരിച്ചിടും. ഈശ്വരാധീനമുള്ളവരെ കണ്ടാൽ ഈശ്വരാധീനം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യും. നേരെ മറിച്ച് അസൂയുള്ളവനാണെങ്കിലോ ഈശ്വരനിൽ നിന്ന് അകലും. മൂഢൻ ദുഷിക്കും, മൂർഖന്മാർ വിദ്രോഹിച്ചിടുമാവതും. മൂഢൻ ദുഷിക്കും, നല്ലവനെ മൂഢൻ ദുഷിക്കും, മൂർഖന്മാർ വിദ്രോഹിച്ചിടുമാവതും. മൂഢത്വമുള്ളവൻ നമ്മളെ ഇടതടവില്ലാതെ കണ്ട് ശ്വാസം വിടാൻ സംബന്ധിക്കല ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവർക്കിത് മനസ്സിലാവണില്ല. നാം ആരെ അതിര് വിട്ട് ഉപദ്രവിക്കണോ അവർക്ക് ഈശ്വരാധീനുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും, ഇവർ സ്വയം നശിക്കും. പരിശുദ്ധ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വിളങ്ങുവോൻ, അതാണ് ഞാൻ എന്നെ കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ചു. പരിശുദ്ധ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വിളങ്ങുവോൻ, പരമാത്മീയ സൗന്ദര്യം ഉൾത്തട്ടാകെ നിറയ്ക്കുവോൻ. ആത്മീയമാകുന്ന സൗന്ദര്യം ഉൾത്തട്ടാകെ നിറയ്ക്കുവോൻ. എന്താ എനിക്കുള്ളൊരു സന്തോഷം? എന്താ സന്തോഷം? ഞാൻ നടന്നു വന്ന് എത്തിയിട്ടുള്ള സ്ഥിതി ഗതികളെ ഞാൻ ഒരു എന്താണെന്ന് പറയുക അനുസന്ധാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഞാനൊന്ന് പൊടി തട്ടിയെടുക്കുമ്പോൾ, എൻ്റെ ഇന്നലകളെ പൊടി തട്ടിയെടുക്കുമ്പോൾ എനിക്ക് ഇത് വളരെ ആർദ്രമായിട്ട് തോന്നുകയാണ്. ശരിയാണത്. പരിശുദ്ധ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വിളങ്ങുവോൻ, പരമാത്മീയ സൗന്ദര്യം ഉൾത്തട്ടാകെ നിറയ്ക്കുവോൻ. പലതിലും ഭ്രമിക്കാത്തോൻ. ഈശ്വരീയത. ടു ബി കൈൻഡ് ടു ആൾ, ദാറ്റ്സ് ആൾ.
പലേതിലും ഭ്രമിക്കാത്തോൻ പരുഷം ചൊല്ലിടാത്തവൻ പരസൗഖ്യത്തിൽ ഉല്ലാസം ഉൾക്കൊള്ളുവോൻ ഇവരും ആരയ്യ ഇവര് പാണ്ഡവന്മാർ 5 ആളും. പലേതിലും ഭ്രമിക്കാത്തോൻ പരുഷം ചൊല്ലിടാത്തവൻ പരസൗഖ്യത്തിൽ ഉല്ലാസം ഉൾക്കൊള്ളുവോൻ ഇവരും. മറ്റുള്ളവരുടെ നന്മയിൽ ഇവർക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് അവർ നന്നാവണമെന്നാണ് പറഞ്ഞത്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ നമ്മൾ 4 പേരുള്ളവർ നന്നായി കാണുമ്പോൾ ഭഗവാൻ നമ്മളിൽ നന്നാക്കും. പലേതിലും ഭ്രമിക്കാത്തോൻ എന്തൊക്കെ നിങ്ങൾ ചെയ്തു ഇവരെ വിഷമിപ്പിക്കാം. ദുര്യോധനാദികളോട് പറയാണ് പൗരുഷം എന്നിട്ടും അവരെ പൗരുഷം നിങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല. പരസൗഖ്യത്തിൽ ഉല്ലാസം ഉൾക്കൊള്ളുവോൻ ഇവരും. പാർത്തിടത്തിനു സൗഭാഗ്യപുഞ്ചങ്ങളരുളേടിനാൻ മഹാത്മാവാം ഭീഷ്മപിതാമഹൻ കാലത്തുകൂടിയും. ഈ 5 പേരെ ഒരു പോറിലും ഏൽപ്പിക്കാണ്ട് ഭീഷ്മപിതാമഹൻ പക്ഷികൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെന്നാ എനിക്ക് തോന്നണത്. പാർത്തിടത്തിന് സൗഭാഗ്യപുഞ്ചങ്ങളരുളേടിനാൻ മഹാത്മാവാം ഭീഷ്മപിതാമഹൻ കാലത്തുകൂടിയും. പണം മുമ്പാകെ വന്നാലും പയോജാക്ഷി അടുക്കിലും. പണം മുമ്പാകെ വന്നാലും പയോജാക്ഷി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവർക്ക് കൊട്ടിയാലും തലയിൽ കൊണ്ട് കൊട്ടിയാലും. പരശ്രീ കാൺകിലും തെറ്റാതവനീശ്വര തുല്യനാം. പരശ്രീ മറ്റുള്ളവൻ നന്നായി കഴിയുന്നത് കണ്ടാലും പരശ്രീ കാൺകിലും തെറ്റാതെ അവനീശ്വര തുല്യനാം. രാജാക്കന്മാർ എല്ലാവരും നന്നായിരിക്കാനൊക്കെ എന്നാലാണ് രാജാവിന് സൗഖ്യം ഉണ്ടാവുള്ളൂ. രാജാവ് പ്രജകൾ നന്നായി കാണണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ പരശ്രീ കാൺകിലും തെറ്റാതെ അവനീശ്വര തുല്യനാം യുധിഷ്ഠിര ജ്യേഷ്ഠനതാ കൃഷ്ണപാദാംബുജാശ്രിതൻ. നമ്മുടെയൊക്കെ ജ്യേഷ്ഠനാണല്ലോ അദ്ദേഹം. യുധിഷ്ഠിര ജ്യേഷ്ഠൻ അതാ കൃഷ്ണപാദാംബുജാശ്രിതൻ. സുഖമായിട്ടുറങ്ങുന്നു നിങ്ങൾ ഈ അർദ്ധരാത്രിയിൽ ഉള്ളം നീറിപ്പുകഞ്ഞും കൊണ്ടൊരുകിയിടുകയല്ലയോ. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിതാ നമസ്തസ്സേ നമോ നമഃ. ധൃതരാഷ്ട്ര പോയി കടന്നാൽ മതി, അപ്പം ഉറങ്ങി. നിങ്ങളോ 3 ആളും കൂടിയിട്ട് ഇരുട്ടത്ത് തപ്പുകയാണ് കറുത്ത പൂച്ചേനെ. ഈ ഐശ്വര്യം എങ്ങനെ ഇവർക്ക് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. നാണില്ലല്ലോ. സുഖമായിട്ടുറങ്ങുന്നു നിങ്ങൾ ഈ അർദ്ധരാത്രിയിൽ ഉള്ളം നീറിപ്പുകഞ്ഞും കൊണ്ടൊരുകിയിടുകയല്ലയോ. കുന്തീസുതന്മാരുടെ പുണ്യശീല ഗുണങ്ങൾ നാം കണ്ടുപഠിച്ചിടേണം. നോക്കൂ, ഈ 100 പേരിൽ ഒരാൾ വികർണൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ വ്യാസർ മോഡുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്തിനാ അല്ലേ? അയ്യോ, വികർണൻ 100 പേരിൽ ഒരാളെ കർണൻ്റെ അനിയനാണോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരനിയൻ ഇല്ല കർണന്. ഞാനത് നോക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ സുഖമായി പറഞ്ഞു കുന്തീസുതന്മാരുടെ പുണ്യശീല ഗുണങ്ങൾ നാം കണ്ടുപഠിച്ചിടേണം. ഉറങ്ങുവിൻ മംഗളസുപ്രഭാതം ഭേരീരവം കേട്ടു തുടങ്ങുമപ്പോൾ. ഇതേ നമ്മുടെ സ്ഥലമല്ല, നമ്മുടെ സ്ഥലത്തെ ആൾക്കാർ എന്താണെന്നാ പറയുക, മധുപാനം ചെയ്ത് കണ്ടവരോടൊക്കെ ഡാൻസൊക്കെ ചെയ്തിട്ട് ആസുരി പ്രവൃത്തികളാണ്. ഇവിടെ അങ്ങനെയല്ല. ബ്രഹ്മമുഹൂർത്തം ആവുമ്പോൾ കൊട്ടും ആരവൊക്കെ ഉണ്ടാവും. എന്തിനാ? ഈശ്വരനെ പള്ളി ഉണർത്താൻ വേണ്ടിയിട്ട്. പറഞ്ഞോ. ഉറങ്ങുവിൻ മംഗളസുപ്രഭാത ഭേരീരവം കേട്ടു തുടങ്ങും ഇപ്പോൾ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ 83 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 184 സർഗം അപവൃത സ്നാനവും ദുര്യോധന മാനഭംഗവും. ദുര്യോധനന് മാനഭംഗം ഉണ്ടാവണം. എന്താ? അസ്തമയത്ത്, അതായത് വെള്ളമില്ലാത്ത സ്ഥലത്ത് മുണ്ടുപൊക്കി നടന്നു, വെള്ളമുള്ള സ്ഥലത്ത്
മുണ്ട് തട്ടി വീണ് നനഞ്ഞു. അത് കണ്ട് പാഞ്ചാലി ദാസിമാരും ചിരിച്ചു. ഭഗവാൻ കുറച്ച് ആംഗ്യം കാണിച്ചു, കുറച്ചുകൂടി ചിരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അതാണ് മാനഭംഗം എന്ന് പറയാൻ കാരണം. ഒന്നാമത്തെ ശ്ലോകം: ഋത്തിക്കുകൾക്കും സഭ്യർക്കും മറ്റും വമ്പിച്ച ദക്ഷിണ ചെയ്താൻ ആനന്ദ വിവശൻ കൃഷ്ണപാദാംബുജാശ്രിതൻ. അതായത് ബ്രഹ്മപുത്രരെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ചെയ്താൻ ആനന്ദവിവശൻ, ആനന്ദത്തിൽ വിവശത്വമായിട്ട്, കൃഷ്ണപാദാംബുജാശ്രിതൻ ധർമാത്മജനിൽ അത്യന്തം പ്രീതിയേറിയിടും ഏവരും യാതൊന്നും ആഗ്രഹിക്കാത്തോരാശീർവാദങ്ങൾ ചെയ്യവേ. പൊന്നും പണത്തിനും വേണ്ടിയിട്ടല്ല അവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത്. പാണ്ഡവന്മാരുടെ നന്മ കാണാനും ഭഗവാൻ ശ്രീഹരിനെ പ്രത്യക്ഷത്തിൽ കണ്ട് അനുഗ്രഹം നേടാനും ആനന്ദവിവശത്വം അടയാനും കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ധർമാത്മജനിൽ അത്യന്തം പ്രീതിയേറിയിടും ഏവരും യാതൊന്നും ആഗ്രഹിക്കാത്തോരാശീർവാദങ്ങൾ ചെയ്യവേ. ചൈദ്യൻ കൃഷ്ണാംഗ്രിപത്മത്തിൽ ചെന്നു ചേർന്നുല്ലസിക്കവേ. ശിശുപാലൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തിരുപാദപത്മത്തിൽ ചേർന്ന് ഉല്ലസിക്കവേ മോക്ഷം കിട്ടി. അതാണ് പറഞ്ഞത്. ഭഗവത് ശരണാംബോജഭക്തി ഗംഗയിലെത്രയും ഭഗവാന്റെ തിരുപാദപത്മത്തിൽ ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഗംഗയിൽ നീറാടിയ ഫലം എന്നാണ് പറഞ്ഞത്. മുങ്ങി തെളിഞ്ഞുള്ളം വിളങ്ങി വിലസീടിലും മുങ്ങി എന്താ വാക്കുകളുടെ ഒരു ടെമ്പോ. മുങ്ങി തെളിഞ്ഞുള്ളം വിളങ്ങി വിലസീടിലും സാധാരണന്മാർക്ക് പോലും ഉത്സാഹമുളവാക്കുവാൻ, സാധാരണക്കാർക്ക് കൂടി ഉത്സാഹം ഉളവാക്കുവാൻ. കണ്ടാൽ മതി, പാണ്ഡവരും ഭഗവാനും കൂടിയിട്ടുള്ളൊരു കെമിസ്ട്രി നോക്കി നിന്നാൽ അറിയാതെ കണ്ട് ഭക്തി പൂമുട്ട് എന്താ പറയുക, മുട്ടിടും. ആദ്യം തളിർക്കും, മുട്ടിടും, ഫലങ്ങളുണ്ടാവും. മുങ്ങി തെളിഞ്ഞുള്ളം വിളങ്ങി വിലസീടിലും സാധാരണന്മാർക്കു പോലും ഉത്സാഹമുളവാകുവാൻ ആഡംബരം വിയന്നീടും മാവിധം രാജനന്ദന. എന്താ അവിടുത്തെ ഒരു ആഡംബരം! എന്നാലോ അവർക്ക് അതിൽ എന്താണെന്ന് പറയുക, അഹങ്കാരട്ടില്ലേനി. ആഘോഷമാർന്ന അവഭൃത സ്നാനം ആനന്ദമായിപ്പോടും. വലിയൊരു യാഗം നടന്നാൽ അല്ലേ, ഭാഗവത സപ്താഹം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് അവഭൃത സ്നാനമുണ്ട്, ഗംഭീരാണത്. ആഘോഷമാർന്ന അവഭൃത സ്നാനമാനന്ദവായ്പോടും ചെയ്ത് വിൺഗംഗയിൽ ചെന്നു സർവരും വിധിപൂർവകം. ആകാശഗംഗ ഭൂമിയിൽ വന്നു, അതാണ് ഗംഗാമയി. ആ ഗംഗാമയിയിൽ പോയി അവഭൃത സ്നാനം ചെയ്ത് സർവരും വിധിപൂർവകം ഇടയ്ക്ക ശംഖ തിമില കുഴൽ കൊമ്പ് പെരുമ്പറ മദ്ദളം തൊട്ടവാദങ്ങൾ മുഴങ്ങി ബഹുഭംഗിയിൽ. ഇത്ര ഇല്ലേ മേളം, 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, പാഞ്ചാരി 5-ാം കാലം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇടയ്ക്ക ശംഖ തിമില കുഴൽ കൊമ്പ് പെരുമ്പറ മദ്ദളം തൊട്ടവാദ്യങ്ങൾ മുഴങ്ങി ബഹുഭംഗിയിൽ ദൂരത്തു നിന്നു വന്നുള്ളോർ തകിൽ നാഗസ്വരങ്ങളാൽ ആനന്ദിപ്പിച്ചു വെയിലിൻ ചൂടറിഞ്ഞുള്ളൊരുത്തനും. അപ്പോൾ ഉച്ചയ്ക്ക് അപവൃത സ്നാനത്തിനൊക്കെ പോകുമ്പോൾ എപ്പോഴാണെങ്കിലും ശരി വെയിലിൻ്റെ ചൂടറിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, സംഗീതത്തിൽ ആസ്വദിക്കുമ്പോൾ ഭക്തിസാന്ദ്രമായ ഒരവസ്ഥ വരുമ്പോൾ വെയിലിന് ചൂടുണ്ടാവില്ല. ഭക്തി ഇല്ലെങ്കിലോ ചൂടെന്നായി. മദ്ദളം തൊട്ട വാദ്യങ്ങൾ മുഴങ്ങി ബഹുഭംഗിയിൽ ദൂരത്തു നിന്ന് വന്നുള്ളോർ തകിൽ നാഗസ്വരങ്ങളാൽ ആനന്ദിപ്പിച്ചു വെയിലിൻ ചൂടറിഞ്ഞില്ലൊരുത്തനും
അണിഞ്ഞാണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരേ തരം. ആണുങ്ങളും പെണ്ണുങ്ങളും ആരാരാ മീതെ അണിഞ്ഞാൻ അടിഞ്ഞാണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരേ തരം മന്ദാകിനിയിൽ വന്നെങ്ങും ഇറങ്ങി നൃപനന്ദന. പരീക്ഷിത്ത് മഹാരാജാവേ എന്ന് ശുഖബ്രഹ്മ മഹർഷി, അങ്ങയുടെ മുത്തശ്ശൻ്റെ രാജസൂയയാഗം കഴിഞ്ഞ് അവഭൃത സ്നാനം കാണേണ്ടതാണ്. ഇങ്ങനൊരു മേളം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. പ്രവിശയിലെ ആനന്ദിപ്പിച്ചു വെയിലിൻ ചൂടറിഞ്ഞില്ലൊരുത്തനും അണിഞ്ഞാണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരേ തരം മന്ദാകിനിയിൽ വന്നെങ്ങും ഇറങ്ങി നൃപനന്ദന. ആലവട്ടം കൊടിക്കൂറാവൻ കൊറ്റക്കുട ചാമരം ഇല്ലേ, ഈ 11-ാം തീയതി ഗുരുവായൂർ ഏകാദശിയാണ്. ഞാൻ ഒരുപാട് കാലം പോയിരുന്നു ഗുരുവായൂർ ഏകാദശിയൊക്കെ. അതേമാതിരി ഉത്സവം, ആറാട്ട്, പള്ളിവാട്ടൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. അത് ഒരു 1.5 പ്രൊസഷനാണ്, മനസ്സിലായില്ലേ. അപ്പോൾ പടവും മറ്റുമേന്തിയിടും മകമ്പടിയോടെത്രയും മാനപ്പുറത്തും കുതിരപ്പുറത്തും തേർത്തടത്തിലും വിളങ്ങി നൃപവീരന്മാർ കിരീടാദികളാർന്നവർ. കിരീടമുള്ള ആൾക്കാർ വളരെ കമ്മിയാണ് എന്ന് പറഞ്ഞാൽ മഹാരാജാക്കന്മാർക്കാണ് കിരീടങ്ങളൊക്കെ. അപ്പോൾ വിളങ്ങി നൃപവീരന്മാർ കിരീടാദികളാർന്നവർ അലങ്കരിച്ച പൊൻതേരിൽ യാഗം ക്രിയകൾ ഒത്തപോൽ തൻ പത്നി പാഞ്ചാലിയോടും മറ്റും ശോഭിച്ചു ധർമ്മജൻ. സാമ്രാട്ടൻ പിന്നിലൊട്ടേറെ മോദിച്ചു യദുമുഖ്യരും. സാമ്രാട്ടായി എന്നാണ് പറഞ്ഞത്. ചക്രവർത്തിയും കഴിഞ്ഞിട്ടാണ് സാമ്രാട്ട്. പിന്നെ എന്താണെന്നാ പറയുക, രാജസൂയയാഗം കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയൊരു യാഗമില്ല. അപ്പോൾ യദുക്കൾ കേമന്മാരാണ് അവരുടെ പിന്നാലെ പോകുന്നത്. മര്യാദക്കാരാണെങ്കിൽ ദുര്യോധനാദികൾക്കും പോവാം, അതിന് ചാൻസ് ഇല്ല. കുശുമ്പും അസൂയുള്ളവർക്ക് വലിയ വലിയ പദവികൾ തിമിർപ്പിൽ പോകാൻ പറ്റില്ല. അവർ വേറെ വല്ല വഴിക്കും പോവും പ്രൊഫഷയിലെ. അപ്പോൾ അലങ്കരിച്ച പൊൻതേരിൽ യാഗം ക്രിയകളൊത്തപ്പോൾ തൻ പത്നി പാഞ്ചാലിയോടും മറ്റും ശോഭിച്ചു ധർമ്മജൻ. സാമ്രാട്ടൻ പിന്നിലൊട്ടേറെ മോദിച്ചു യദുമുഖ്യരും. സന്തോഷപൂർവ്വം യദുമുഖ്യന്മാരാണ് സാത്വികം മുതലായിട്ടുള്ളവർ. ഭീഷ്മാദ്യരും കോസലരും കേകയക്ഷിതിപാലരും അടുത്തണഞ്ഞു വിപ്രന്മാർ. വേദം ഘോഷിച്ചു ഭംഗിയിൽ. വേദം ഘോഷിക്കുക ഭംഗിയിൽ. ഋഗ്വേദം, യജുർവേദം, സാമവേദം ആലാപന സൗകുമാര്യത്തോടുകൂടി അപ്പോൾ വേദം ഘോഷിച്ചു ഭംഗിയിൽ വിദ്യാധരന്മാർ ഉത്സാഹമാർന്നുടൻ പെയ്ത പൂമഴ. വിദ്യാധരന്മാർ നല്ല പാണ്ഡിത്യമുള്ള ദേവന്മാരുടെ ഒരു ഭാഗമാണ് വിദ്യാധരന്മാർ. അവരുടെ ജോലി എന്താ? എവിടെ നന്നായിട്ട് വേദങ്ങൾ ഘോഷിക്കണത് അവിടെ എന്താണെന്നാ പറയുക, സ്വർഗലോകത്ത് പൂമാരി ചൊരിയവർ. അതന്നെ വിദ്യാധരന്മാർ ഉത്സാഹമാർന്നുടൻ പെയ്ത പൂമഴ പൂണ്ട് ശോഭിച്ചു. വിൺഗംഗ പുഞ്ചിരി കൊണ്ട പോലവേ. ആകാശഗംഗ, ദേവലോകത്തെ ഗംഗ ചിർച്ച എങ്ങനെ ഉണ്ടാവും അതേപോലെ എന്നർത്ഥം. ഇനി അതിന് അർത്ഥം പറയാൻ എനിക്ക് യോഗ്യതയില്ല, എനിക്കത്ര പഠിപ്പില്ല. വിൺഗംഗ പുഞ്ചിരി കൊണ്ട പോലവേ പത്നിയോടത്തവ വ്രതസ്നാനം ചെയ്തു യുധിഷ്ഠിരൻ. യാഗക്രിയ മുഴുപ്പിച്ചാൻ മുനി ചൊല്ലിയ മാതിരി. ഇവിടെ എന്താ പറയുക, ശ്രീരാമചന്ദ്ര സ്വാമിയുടെ കാലത്തുള്ള മുനീശ്വരന്മാരാണ് ഇത് നടത്തി കൊടുക്കണത്. മനസ്സിലായില്ലേ? അപ്പോൾ അപ്പോൾ പറഞ്ഞു പത്നിയോടൊത്ത് അവ്രതസ്നാനം ചെയ്തു യുധിഷ്ഠിരൻ. യാഗക്രിയ മുഴുപ്പിച്ചാൻ മുനി ചൊല്ലിയ മാതിരി. വീണ്ടും തുടങ്ങി മനുവാദ്യവും ദേവവാദ്യവും പുഷ്പവർഷവും മാമട്ടിലെല്ലാം മംഗളമാം വിധം. എല്ലാം ഗംഭീരായി.
പിന്നീട് അതേ കടവിൽ വന്നേവരും മുങ്ങിനാരുടൻ ഏതേതോ പാപവും നീങ്ങും അവിടം ചെന്നിറങ്ങുകിൽ. അത് അതിലേറെ ഈ അപവൃത സ്നാനം ചെയ്ത സ്ഥലത്ത് മറ്റുള്ളവർ ഇറങ്ങി കുളിച്ചാൽ അവരുടെ പാപം കൂടി തീരുന്ന. പിന്നീട് അതേ കടവിൽ വന്നേവരും മുങ്ങിനാരുടൻ ഏതേതു പാപവും നീങ്ങും അവിടം ചെന്നിറങ്ങുകിൽ. കോടി വസ്ത്രങ്ങളും മറ്റും അണിഞ്ഞ നൃപപുങ്കവൻ സർവർക്കും ആ മട്ടേക്ക് താൻ തെളിഞ്ഞു വരദാശ്രിതൻ. ഭഗവാനാൽ ആശ്രയിക്കപ്പെട്ടവൻ, ഭഗവാനെ ആശ്രയിച്ചവൻ എന്നർത്ഥം. വരദൻ എന്ന് പറഞ്ഞാൽ ആരാ? വരദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരം ദാനം ചെയ്യാൻ കഴിവുള്ളവൻ. അതിവിടെ ശ്രീകൃഷ്ണനാണ്. എനിക്ക് വരദൻ പറഞ്ഞിട്ട് എൻ്റെ ജ്യേഷ്ഠ തുല്യനായിട്ടൊരാൾ പാലക്കാട്, അദ്ദേഹം ചെമ്പൈ ഗ്രാമത്തിലത്തെ ആള്. പിന്നെ വിവാഹം കഴിച്ചിരുന്നത് താരാക്കാട് ഗ്രാമത്തിലാണ് സെറ്റിൽ ചെയ്തിരുന്നത്. ബേസ് മദ്രാസിലാണ്. വരദൻ പട്ടാമ്പി കോളേജിൽ പഠിച്ച ആളാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നമ്പർ 1 വാദ്യാരാണ് അദ്ദേഹം. ബ്രാഹ്മണരുടെ ഓദിക്കെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് വരദൻ. വരദരാജ പെരുമാൾ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണു തന്നെ അർത്ഥം വരിക. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. മനസ്സിലായില്ലേ? ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ വളരെയധികം ഒരു റോൾ മോഡലായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അച്ചടക്കം, ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ബാലന്മാരാണെങ്കിലും മനസ്സിലായോ? മെച്യൂരിറ്റി അങ്ങേറ്റം. അപ്പോൾ ഈ ഭാഗവതം നമ്മൾക്ക് ഏതൊക്കെ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കണത്. എനിക്കിപ്പോൾ 72 വയസ്സ് കഴിഞ്ഞു. ഇത് ഞാൻ പറയണത് സംതിങ് ഒരു അബൌട്ട് 55-57 ഇയേഴ്സ് ബാക്ക്. പ്രൊഫഷനല്ലേ? അപ്പോൾ അവിടം ചെന്നിറങ്ങിനാൻ കോടി വസ്ത്രങ്ങളും മറ്റും മണഞ്ഞു നൃപപുങ്കവൻ സർവർക്കും ആ മട്ടേക്ക് താൻ തെളിവു വരദാശ്രിതൻ. അമ്പാർന്ന് അവഭൃത സ്നാനം കഴിഞ്ഞ് ആവിധം ഏവരും പുത്തൻ പട്ടും കളഭവും മറ്റും മാർന്നുല്ലസിക്കവേ. എല്ലാവിധ എന്താണെന്നാ പറയാം, പിന്നെ ഓണക്കോടി ഉടുത്ത പോലെ എന്നൊക്കെ പറയാം. പുത്തൻ പട്ടും കളഭവും മറ്റും മാർന്നുല്ലസിക്കവേ യഥേഷ്ടം സൽകൃതന്മാരാം വേദവ്യാസാദി സർവരും യാത്ര ചൊല്ലുക വയ്യാതെ നിന്നാരങ്ങത്ര നേരമോ. ആരോടെ യാത്ര ചോദിക്കുക? ഭഗവാനാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ വന്നുകൂടിയിട്ടുള്ള വ്യാസരെ, പരാശരമുനി മുതലായിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഭഗവാനോട് യാത്ര ചോദിക്കുക? അല്ലെങ്കിൽ പാണ്ഡവന്മാരോട് എങ്ങനെ? ഭഗവാൻ മെല്ലെ പോവുള്ളൂ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ യാത്ര ചൊല്ലുക വയ്യാതെ നിന്നാരങ്ങത്ര നേരമോ ഭഗവത് സന്നിധാനത്തിൽ വിളങ്ങും പുണ്യശാലികൾ. ഭഗവാന്റെ സവിധത്തിൽ നിന്ന് യാത്ര ചോദിച്ചിട്ട് എങ്ങനെ പോവുക? ഭഗവത് സന്നിധാനത്തിൽ വിളങ്ങും പുണ്യശാലികൾ സത്സംഗഭാഗ്യം ഈ വണ്ണം ഒരുമിച്ചത്രയും ദിനം. സത്സംഗഭാഗ്യം ഈ ഒന്നുമില്ലെങ്കിൽ നമ്മൾക്കിത് കേൾക്കാനും പറയാനും. ഇപ്പം ഇത് എവിടുന്നാണ് തുടങ്ങിയതറിയോ? എനിക്കറിയാം. ഞാൻ ഈ കൊറോണ കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും ഒന്ന് ഭഗവാനൊരു കാഴ്ചദ്രവ്യം വെക്കണ്ടേ? സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ഭാഗവതം വൃത്താനുവൃത്തം തുടങ്ങി. 662 എപ്പിസോഡ്. അതിൻ്റെ ഇടയ്ക്ക് ദേവി ഭാഗവതം, അത് എൻ്റെ ഇടയ്ക്ക് ശിവഗീത പറഞ്ഞിട്ടൊന്ന്, രാമായണ തത്വം പറഞ്ഞിട്ട് വേറൊന്ന്, ജ്ഞാനാനന്ദ സരസ്വതിയുടെ, പിന്നെ ഇസ്കോൺകാരുടെ ഭഗവത്ഗീത ഒരു 10 അധ്യായം, പിന്നെ ഒരു സുഭാഷിതം
അതേമാതിരി ചാണക്യനീതി, അങ്ങനെ എന്തൊക്കെ കയ്യിൽ കിട്ടി അതൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശ്രീകൃഷ്ണ കഥാമൃതം കയ്യിൽ കിട്ടിയത്. അത് പോരാഞ്ഞിട്ട് ഭാഗവതം മൂലം ഒരു തുളസീദളം ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, അത് 4 മാസം കഴിഞ്ഞപ്പോഴേക്കും വേറൊരു 2-3 സീനിയർ സിറ്റിസൺ വീട്ടിൽ, ഞങ്ങളുടെ നാട്ടിലുള്ളവരാണ്, പറഞ്ഞു തരുമോ ചോദിച്ചു. ഓ, പറഞ്ഞു തരാം. അപ്പോൾ ആകെ മൊത്തം ഭഗവത്മയാണ് 4.5 കൊല്ലം. വേറെ ഒന്നിനും സമയമില്ല. യൂട്യൂബ് പറയുക, ക്ലാസ് എടുക്കുക, യൂട്യൂബ് പറയുക, ക്ലാസ് എടുക്കുക. ഈശ്വരൻ അതിനുള്ളൊരു ത്വരിത തന്നില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. റിട്ടയർ ചെയ്തിട്ട് വെറുതെ സിനിമയും കണ്ടിട്ട് സീരിയലും കണ്ടിട്ട് അല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് സാധിച്ച മഹാത്മാവ. അപ്പോൾ പറഞ്ഞു, ഭഗവത് സന്നിധാനത്തിൽ വിളങ്ങും പുണ്യശാലികൾ സത്സംഗഭാഗ്യം ഈ വണ്ണം ഒരുമിച്ച് അത്രയും ദിനം സാധിച്ച് മഹിതാത്മാവാം കൃഷ്ണപാദാംബുജാശ്രിതൻ മിണ്ടാൻ വയ്യാതെ ആ കണ്ണീർ പൂണ്ടു കൈക്കൂപ്പി നിൽക്കവേ. എല്ലാവരും ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ആനന്ദ കണ്ണീർ പൊടിച്ചുകൊണ്ടിരിക്കുക. ഇതെങ്ങനെ ഇവിടുന്ന് പോവുക? അപ്പോൾ മിണ്ടാൻ വയ്യാതെയായി കണ്ണീർ പൂണ്ട് കൈകൂപ്പി നിൽക്കവേ ആശീർവദിച്ചും പ്രത്യേകം തൊഴുതും അമ്പോരുഹാക്ഷനെ ശ്രീകൃഷ്ണനെ കണ്ടും തൊഴുതും കൊണ്ട് വാഴ്ത്തിയും ഭക്തി വൈവശ്യമാർന്നും എല്ലാം മടങ്ങിനാർ. വൈവശ്യമാർന്നു വാഴ്ത്തിയും ഭക്തി വൈവശ്യം മാർന്നും എല്ലാം മടങ്ങിനാർ. അവിടെ നിർത്താം. അപ്പോൾ എന്താ ഞാൻ അവിടെ നിർത്താമെന്ന് പറഞ്ഞത്, ഇനി കുരുത്തദോഷി സുയോധനൻ്റെ ഇച്ഛാഭംഗമാണ്. അത് ഇന്ന് വേണ്ട നമുക്ക്. ഈ ഒരു ആ ടെമ്പോ നിലനിർത്തിയും കൊണ്ട് ഇങ്ങനെ പോട്ടെ 24 മണിക്കൂർ. നാളെ വൈകുന്നേരം നമുക്ക് അതിൻ്റെ ബാക്കി പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ. മാത്രമല്ല ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.